താനിപ്പോ എവിടെ പോകുന്നു? എന്റെ ചെറുമക്കളുടെ കഴുത്തറക്കും മുമ്പേ, എന്റെ പെൺമക്കളെ കുതിരപ്പുറത്ത് കയറ്റി വലിയ തുറയിലേക്ക് കൊണ്ടുപോകും മുമ്പേ എനിക്കെന്റെ മാളികയിലെത്തണം. വേണ്ട, യാത്ര ആപത്താണ്. നമ്മുടെ ആൾക്കാർ മടങ്ങി ഒന്ന് വിവരം തരുന്നതുവരെ വണ്ടി. നിങ്ങൾക്കും പിരിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. കുടമൺ തറവാട്ടിൽ ഒരു ജീവനെങ്കിലും അവശേഷിക്കുമെങ്കിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കും. എത്ര നേരം, എത്ര നാൾ എന്നൊന്നും ചോദിക്കരുത്. കുടമൺ പിള്ള ആരുടെ മുമ്പിൽ ഔദാര്യത്തിന് നിന്നു കൊടുത്തിട്ടില്ല, തോറ്റിട്ടുമില്ല. ഒരു ബന്ധവും എനിക്ക് തടസ്സമല്ല. എന്റെ കണക്കുകൾ എനിക്ക് തീർത്തേ മതിയാവും. അത് ഞാൻ തീർത്തിരിക്കും. ആർക്കും സംശയം വേണ്ട. എത്രയെത്ര തോൽവികൾ നമ്മൾ ഒരുമിച്ച് കണ്ടു. നമുക്ക് മാത്രം ആഘോഷിക്കാൻ കാത്തിരുന്ന വിജയ രഹസ്യങ്ങൾ ഇനി ഒന്നുമില്ല. രാജകൊട്ടാരം, രാജവേഷം, കുഞ്ഞുനാളിൽ എന്റെ സ്വപ്നങ്ങളിൽ അമ്മയും അച്ഛനും മന്ത്രിച്ചു. വലുതായപ്പോ നിങ്ങളൊക്കെ അത് ആവർത്തിച്ചു. ചതിച്ചവരോടൊക്കെ നമുക്ക് പകരം തീർക്കണ്ടേ? ഒരു ദൗർബല്യങ്ങൾക്ക് കീഴടങ്ങിക്കൂടാ. അത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ? എനിക്കിനി ആയുധങ്ങളില്ല, മനക്കരുത്തുണ്ട്. ഈ യാത്ര മരണത്തിലേക്കാണെങ്കിലും ചിലപ്പോ തിരിച്ചു വരുമെന്നൊരു തോന്നൽ. ചിരിക്കണ്ട. ഞങ്ങളുടെ നാശം കണ്ട് മതി വരാഞ്ഞിട്ടോ എന്റെ ഈ കൊലച്ചിരി? 8 വീടുകളെ കൊല വരുത്തിയവളെ, എന്റെ ചിരിയിൽ ഇനി ഞാൻ തളരില്ല. എന്നെ നിനക്ക് ഒറ്റ കൊടുക്കാം, കൊല്ലിക്കാം. പക്ഷെ എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരെ മറ്റാരെക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു. നീയോ? നീ എന്തിനു ഞങ്ങൾക്ക് കൊലക്കയറൊരുക്കി? എന്തിനാ ദ്രോഹിയുടെ പക്ഷം ചേർന്നു? എന്തിന്? എനിക്കേത് പക്ഷം? അമ്മ പിഴച്ചു പറ്റവൾ സുഭദ്ര കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ പരിഹസിച്ചപ്പോഴൊക്കെ 1000 തവണ ഞാൻ കെഞ്ചി ചോദിച്ചു, എന്റെ അച്ഛനാരെന്ന്. അമ്മാവനറിയില്ല എന്റെ അച്ഛനാരെന്ന്. അമ്മയുടെ നേർക്കുയർത്തിയ വാൾ എന്തുകൊണ്ട് അച്ഛന്റെ നേർക്കുയർത്തിയില്ല? ഓ, അച്ഛൻ മഹാരാജാവിന്റെ സേനാപതി. എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ വിജയ എളുപ്പമാണല്ലേ? ഇന്നോളം എന്നെ കാണാൻ വരാത്ത ആ മനുഷ്യനെ ഞാൻ സഹായിച്ചു എന്നാണ്.
ഞാൻ ആരുടെ പക്ഷം? അമ്മാവനറിയാമോ, തമ്പിയുടെ കിടക്കറയിലേക്ക് എന്നെ എത്തിക്കാൻ എന്തൊക്കെ കെണികൾ ഒരുക്കിയിരുന്നെന്ന്. അയാൾക്ക് വഴങ്ങിയിരുന്നെങ്കിൽ തറവാടിന് ഞാൻ വേണ്ടപ്പെട്ടവളായനെ. പക്ഷേ അയാൾ എന്നോട് കണക്ക് തീർത്തു. അമ്മാവൻ കൈപ്പിടിച്ചേൽപ്പിച്ച എന്റെ പുരുഷനെ അയാൾ എന്നിൽ നിന്ന് അകറ്റി. തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിൽ ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാൻ അമ്മാവന് നേരമുണ്ടായില്ലല്ലോ. എനിക്കയാളെ വെറുപ്പാണ്. എന്നും ഒരു സ്വപ്നം പോലും ബാക്കി വെക്കാതെ എന്റെ ജീവിതം തകർത്തവരോട് എനിക്ക് കണക്കുകൾ തീർക്കണ്ടേ? പക്ഷേ ഞാൻ എന്നും തോറ്റിട്ടേ ഉള്ളൂ. എല്ലാ യുദ്ധങ്ങളും സ്ത്രീകളെ വേട്ടയാടുന്ന വിരോധം കൂടിയാണ്. എനിക്ക് സങ്കടമില്ല. ശത്രുവിന്റെ കൈകളേക്കാൾ ഈ ദയക്ക് നന്ദിയുണ്ട്. അമ്മാവന്റെ ദാനമല്ലേ ജീവിതം. ഞാൻ വിശ്വസിച്ചു. നീ ചതച്ചു പറഞ്ഞപ്പോ ഉച്ചയ്ക്ക് വെച്ച കൈകൊണ്ട് തന്നെ ദൈവമേ, അയ്യോ. പോയിക്കോളൂ. അമ്മാവനാണ് എന്റെ കൺമുമ്പിൽ. പരാജയങ്ങൾ ഒളിച്ചോടുന്നവനല്ല കുടവൻപിള്ള. പക്ഷെ നമ്മുടെ തറവാട്ടിൽ ഒരാൾ അവശേഷിക്കുന്നവരെ മറ്റു ചിലരുടെ ജീവൻ രക്ഷിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പാലിച്ച മതിയാവും. രഹസ്യങ്ങൾ ചോർത്തിയതിന് എനിക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ. നമ്മൾ ഒരച്ഛന്റെ മക്കളാണ്. ഇന്നലെ ആ സത്യവും ഞാൻ അറിഞ്ഞു. മരണം മുന്നിൽ കണ്ടപ്പോൾ ചില സത്യങ്ങൾ പറഞ്ഞു. അതിലിതും ഉണ്ടായിരുന്നു. നിന്റെ ശരിക്കുള്ള മുഖം കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ലല്ലോ.